ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിമിഷപ്രിയ കൊലമരത്തിൽ നിന്നും താൽക്കാലികമായാണെങ്കിലും ഇപ്പോൾ രക്ഷപ്പെടുമ്പോൾ സാമുവൽ ജെറോം എന്ന തട്ടിപ്പുകാരൻ ജയിലിലാകും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. ഇതൊരു സാങ്കല്പിക കാര്യമല്ല. മലയാളികളെ മാത്രമല്ല, ഇന്ത്യൻ സർക്കാരിനെയും ജുഡീഷ്യറിയെ പോലും കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത സാമുവൽ ജെറോം എന്ന നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ട കർണാടക സ്വദേശി ജയിലിലാകാൻ ഏറെ താമസമില്ല. നിമിഷപ്രിയയുടെ വധശിക്ഷ ജൂലൈ 16 നടപ്പാക്കണമെന്ന അവസാന വിധിപ്പകർപ്പ് കോടതിയിൽ നിന്നും നിമിഷപ്രിയ കിടന്ന സനയിലെ ജയിലധികാരികൾക്ക് കിട്ടിയത് ജൂലൈ 8 തീയതിയാണ്. ഈ വിവരം കേരളത്തിൽ അറിയുന്നത് 9 തീയതിക്ക് ശേഷമാണ്. കാന്തപുരം ഇക്കാര്യത്തിൽ ഇടപെടുന്നത് 12 തീയതിക്ക് ശേഷമാണ്. കേവലം 2 ദിവസങ്ങൾ കൊണ്ട് കേരളീയനായ ഒരു മുസ്ലിം പുരോഹിതന്റെ ഇടപെടൽ കൊണ്ട് അപരിചിതമായ രാജ്യത്തുള്ള കോടതിയെ സ്വാധീനിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് കാന്തപുരത്തിന് വെറുതെ ട്രോൾ അടിച്ച് വീഴ്ത്താൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്കാണ് മലയാളിയെ എത്തിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ പോലും തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരുത്തനെ തലേ ദിവസം കുറ്റപത്രം മുന്നിൽ വെച്ച് പ്രസിഡന്റിന് പോലും വധശിക്ഷയിൽ നിന്നും രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രസിഡന്റിനുള്ള അവസാന ദയാഹർജി പോലും നേരത്തെ എത്തിച്ച് അതിന്റെ വിധിന്യായങ്ങളിൽ എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റിനെ വധശിക്ഷ മാറ്റിവെക്കാൻ കഴിയൂ. അങ്ങനെയുള്ള അവസ്ഥയിൽ യാതൊരു പരിചയവുമില്ലാത്ത യമൻ പോലുള്ള ഒരു രാജ്യത്ത് കാമുകനെ 110 കഷ്ണങ്ങളായി വെട്ടിമുറിച്ച കുറ്റം യമനിലെ കോടതിക്ക് മുന്നിലും ഒരു കോൾ സന്ദേശത്തിലൂടെ സകല മലയാളികളുടെ മുന്നിലും സമ്മതിച്ച നിമിഷപ്രിയ എന്ന കുറ്റവാളിയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള കോടതി വിധി പോലും മാറ്റിവെപ്പിക്കാൻ കാന്തപുരം ഉസ്താദിന് കഴിഞ്ഞുവെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല. എന്നാൽ കാന്തപുരം ഉസ്താദിന്റെ ഇടപെടലിനെ ഏറ്റവും അധികം ഭയന്നത് സാമുവൽ ജെറോം എന്ന തട്ടിപ്പുകാരനാണ്. കേരളത്തിലെ പാവപ്പെട്ടവനും സാധാരണക്കാരനും വരെ കുറ്റവാളിയാണെങ്കിലും ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ അരി വാങ്ങാൻ വെച്ചിരുന്ന കാശിൽ നിന്നും നുള്ളിപ്പെറുക്കി ഉണ്ടാക്കി കൊടുത്ത $40,000 യമനിലെ പ്രാദേശിക ഭരണാധികാരികളെ സന്തോഷിപ്പിക്കാനെന്ന വ്യാജേന വാങ്ങിയെടുത്ത സാമുവൽ ജെറോം ആ പണം ആർക്കാണ് കൊടുത്തത്, എന്തിനാണ് കൊടുത്തത് എന്ന് പറയാൻ തയ്യാറല്ല. കണക്ക് ചോദിക്കുമ്പോൾ രോഷം കൊണ്ട് ഇറങ്ങിപ്പോകുന്ന തന്ത്രശാലിയാണ് അയാളെന്ന് ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാന്തപുരം ഇടപെട്ടാൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവും അവിടുത്തെ നിയമജ്ഞരുമായി താൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന മുഴുവൻ കാര്യങ്ങളും തകരാറിലാവുമെന്നും അതുകൊണ്ട് ആരും ഇങ്ങോട്ട് ഇടപെടരുത് എന്ന് സാമുവൽ ജെറോം പറഞ്ഞു നോക്കിയെങ്കിലും വധശിക്ഷ നടപ്പാക്കാൻ ഉറപ്പിച്ച നിമിഷപ്രിയയുടെ രക്ഷയ്ക്കായി അവസാന ശ്രമം എന്ന നിലയിൽ കേവലം 2 ദിവസം മാത്രമുള്ളപ്പോൾ ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ കാന്തപുരം ഉസ്താദിനെ കാണുകയും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയുമോ എന്ന് അഭ്യർത്ഥിക്കാനും തോന്നിയത് നിമിഷപ്രിയയുടെ ആയുസിന്റെ നീളം വർദ്ധിച്ചതുകൊണ്ട് മാത്രമല്ല, സാമുവൽ ജെറോം എന്ന ഉഡായിപ്പിന്റെ കഷ്ടകാലവും കൊണ്ടാണെന്ന് നമ്മൾ ഉറപ്പിക്കേണ്ടതാണ്. മതമല്ല മനുഷ്യനാണ് വലുത് എന്ന പ്രഖ്യാപനത്തോടെയാണ് കാന്തപുരം ഉസ്താദ് ഇതിൽ ഇടപെടാൻ തയ്യാറായത്. യമനിൽ അദ്ദേഹത്തിന് കുടുംബ ബന്ധങ്ങളൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 85 വയസ്സ് കഴിഞ്ഞ പടുവൃദ്ധരായ ഒരു മനുഷ്യനെ ഹൂത്തികളുമായി ബന്ധത്തെ ചോദ്യം ചെയ്യാൻ പോലും ഇസ്ലാമിക വിരോധികൾ തയ്യാറായപ്പോൾ അവരുടെ ലക്ഷ്യം മുസ്ലിങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുള്ളതാണ്. മുസ്ലിം ഭീകരതയുടെ ന്യായ അന്യായങ്ങളെ നിരത്തി അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവർ തന്നെ ഉത്തരങ്ങൾ പറയുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ മതപണ്ഡിതൻ എന്ന ധൈര്യത്തിലാണ് കാന്തപുരം യമനിലെ പണ്ഡിത സുഹൃത്തിനെ ഫോൺ ചെയ്ത് സഹായം അഭ്യർത്ഥിക്കുന്നത്. എന്നാൽ ആ ഒരൊറ്റ ഫോൺ കോളിൽ യമനിലെ നിർണായകമായ ഹൂത്തി പ്രദേശങ്ങളിലെ മതപണ്ഡിതനും ജനകീയ സഭയും വിഷയത്തിൽ പെട്ടെന്ന് ഇടപെട്ട് ഒരു ക്രിട്ടിക്കൽ ഇഞ്ചക്ഷനിലൂടെ വധശിക്ഷ മാറ്റിവെപ്പിച്ചപ്പോൾ നിൽക്കക്കള്ളിയില്ലാതായ സാമുവൽ ജെറോമിന്റെ ഉള്ളിലുള്ള കള്ളനാണ് പുറത്തായത്. അയാൾ പറഞ്ഞത് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെപ്പിച്ചത് കാന്തപുരമല്ല, പകരം ഇന്ത്യയിലെ BJP സർക്കാരും കേരള ഗവർണറുടെയും പിന്നെ മറ്റ് ചില സാമൂഹ്യ പ്രവർത്തകരുടെയും ഇടപെടൽ കൊണ്ടാണെന്നാണ്. അതിൽ കൃത്യമായ അയാളുടെ അജണ്ട സംഘപരിവാരത്തെ സുഖിപ്പിച്ച് കൂടെ നിർത്തുക എന്ന കാസപ്രവർത്തകന്റെ മനസ്സോടെയാണ് എന്നുള്ളതാണ് സത്യം. കൂടാതെ 2017 മുതൽ ഇക്കാര്യത്തിന് വേണ്ടി ഓടി നടന്ന തനിക്ക് യാതൊരുവിധ ക്രെഡിറ്റുമില്ല എന്നുകൂടി തട്ടിപ്പിടിക്കാനുണ്ടായത്. കാന്തപുരം തന്നെ ചതിച്ച് മുഴുവൻ ക്രെഡിറ്റും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ഇരവാദം കൂടി അയാൾ മുഴക്കുകയുണ്ടായി. $40,000 തട്ടിയെടുത്തുകൊണ്ട് സാമുവൽ ജെറോമും അയാളുടെ യമൻ സുഹൃത്തുക്കളും
ഇതുവരെ കളിച്ച നാടകങ്ങളുടെ ചരട് പൊട്ടി താൻ കുടുങ്ങും എന്ന ബോധ്യമുള്ളതിനാലാണ് സാമുവൽ ജെറോമിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കേരളത്തിലെ സംഘപരിവാറിന് മുസ്ലിങ്ങളുടെ വർഗീയതയെ മുതലെടുക്കാനുള്ള ശ്രമമാണ് ഈ സാമുവൽ ജെറോം എന്ന തട്ടിപ്പുകാരൻ നടത്തിയത് എന്ന് തിരിച്ചറിയാൻ ബോധമില്ലാത്ത സംഘപരിവാർ റാക്കറ്റുകളും കേരളത്തിലെ തീവ്ര ക്രിസ്ത്യൻ ഭീകര സംഘടനയായ കാസയും കൂടി ഒരു വേട്ടക്കാരന്റെ സന്തോഷത്തോടെ കാന്തപുരത്തിനും മുസ്ലിങ്ങൾക്കും എതിരായ വംശീയ വർഗീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാനാണ് കിട്ടിയ അവസരം നന്നായി ഉപയോഗിച്ചത്. സാമുവൽ ജെറോം പറഞ്ഞതിന്റെ തർക്ക വിതർക്കങ്ങളുമായി കേരളത്തിലെ ചാനൽ ചർച്ചകൾ ഇളകി പറഞ്ഞപ്പോൾ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മഹദി തന്നെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സാമുവൽ ജെറോമിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായിരിക്കുകയാണ്. സാമുവൽ ജെറോം ഒരു അഡ്വക്കേറ്റ് അല്ലെന്നും കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരങ്ങളായ ഞങ്ങൾ ആരുമായും ഇയാൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും $40,000 അവനെ ഞങ്ങളാരും കണ്ടിട്ടില്ലെന്നും അയാൾ മധ്യസ്ഥനായി നിന്നുകൊണ്ട് പണം തട്ടിയെടുക്കുകയായിരുന്നു എന്നും നിമിഷപ്രിയയുടെ വധശിക്ഷ ശരിവെച്ചപ്പോൾ തന്നെ സമീപിച്ച് 1000 തവണ നന്ദി പറയുന്നു എന്നും തലാലിന്റെ സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഇതിനെ നിഷേധിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുകൂടി ചെയ്തിരിക്കുകയാണ്. തന്നെയുമല്ല, അവരിൽ നിന്നും അവസാന നിമിഷം ഒരു ഫോൺ കോൾ വരുന്നതിലൂടെ അല്ലാതെ ഞങ്ങൾ അവരോ അവരുടെ പ്രതിനിധികളുമായോ യാതൊരുവിധ ഇടപാടുകളും നടത്തിയിട്ടില്ലെന്നും മറ്റൊരു പോസ്റ്റിൽ മരണപ്പെട്ട തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കുമ്പോൾ ശരിക്കും സാമുവൽ ജെറോം നിന്നിരുന്ന ഭൂമി താണു പോകുന്ന അവസ്ഥയായിരിക്കും അയാൾക്കുണ്ടായിട്ടുള്ളത്. സകല മലയാളിക്കും വായിക്കാവുന്ന സൗകര്യത്തിൽ മലയാളത്തിൽ തർജ്ജമ ചെയ്താണ് അബ്ദുൽ ഫത്താ മഹദി എന്ന ഈ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ പോസ്റ്റുകൾ മലയാളിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഇത്രയും പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. കേരളീയർ കബളിപ്പിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരാണ്. മലയാളി മാത്രമല്ല, കർണാടകക്കാരനും UP-കാരനും ഗുജറാത്തിയും മുംബൈക്കാരനുമെല്ലാം മലയാളിയെ കബളിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിമിഷപ്രിയയെ യമൻ കോടതി വെടിവെച്ച് കൊല്ലുമെന്നും $40,000 ആരും അറിയാതെ പോക്കറ്റിലാക്കാമെന്നും കരുതിയ സാമുവൽ ജെറോം എന്ന തട്ടിപ്പുകാരൻ നിമിഷപ്രിയ എന്ന കൊലയാളിയേക്കാൾ നീചനാണ് എന്ന് പറയാതെ വയ്യ. വർഷങ്ങളായി നിമിഷപ്രിയയുടെ കേസുകൾ പറഞ്ഞ് ഇവൻ മലയാളികളെ കബളിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. യമൻ അടുക്കാൻ കൊള്ളാത്ത രാജ്യമാണെന്നും അവിടുത്തെ ശിക്ഷകൾ പ്രാകൃതമാണെന്നും പറഞ്ഞ് എല്ലാവരെയും അകറ്റി നിർത്തിയിരുന്ന സാമുവലിനെ തൊണ്ടി സഹിതം പിടികൂടിയിരിക്കുകയാണ്. ഇനി ഇവനെ ഇന്ത്യയിലെത്തിച്ച് ജനങ്ങൾ കൊടുത്ത മുഴുവൻ പണവും തിരികെ ഈടാക്കി ഇവനെ ജയിലിൽ പാർപ്പിക്കുന്ന കാര്യം സർക്കാർ പരിഗണിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.